ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കേരള PSCയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് മിനിമം 7ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള PSC. 15/12/2023 ഗസറ്റഡിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 17ാം തീയതി വരെ, നെക്സ്റ്റ് മന്ത് അഥവാ ജനുവരി 17ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിവിടെ പറയാൻ പോകുന്നത് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയും, അതുപോലെ തന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര പേർക്കാണ് നിയമനം ലഭിച്ചത്, അപ്പോൾ ഇനി എത്ര വേക്കൻസികളാണ് വരാൻ സാധ്യതയുള്ളത് എന്നൊക്കെ നമ്മളിതിൽ പറയുന്നുണ്ട്. തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതും കൂടി ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേരള PSCയുടെ കാറ്റഗറി നമ്പർ 535/2023 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലാണ് കേരള PSC പുതിയൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, വ്യത്യസ്തമായിട്ടുള്ള കേരള സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് LGS പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിജ്ഞാപനം തന്നെയാണ് LGS. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കുന്നല്ലോ, ഒറ്റ എക്സാമും ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതിലേക്ക് 23,000 മുതൽ 50,200 വരെ ആയിരിക്കും ശമ്പള സ്കെയിൽ. 23,000 മുതൽ 50,200 വരെ ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുക. അതുപോലെ ഇതിലേക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എത്ര വേക്കൻസികൾ ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. ഏകദേശം 4,000-ലധികം ഒഴിവുകൾ വരാൻ സാധ്യതയുണ്ട്, ഈ ഒരു ലിസ്റ്റിൽ നിന്നും എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ അഡ്വൈസ് ലഭിച്ച, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് ലഭിച്ചവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം വരികയാണെങ്കിൽ 449 ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചത്, കൊല്ലം 340, പത്തനംതിട്ട 200, ആലപ്പുഴ 232, കോട്ടയം 254, ഇടുക്കി 152, എറണാകുളം 370, തൃശ്ശൂർ 307, പാലക്കാട് 295, മലപ്പുറം 338, കോഴിക്കോട് 313, വയനാട് 130, കണ്ണൂർ 323, കാസർഗോഡ് 151 വേക്കൻസികളുമായി ഏകദേശം 3,500-ലധികം ആളുകളെയാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം ലഭിച്ചവർ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഇനി വരുന്ന ലിസ്റ്റിൽ ഏകദേശം 4,000-ലധികം ഒഴിവുകളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2/1/1987-നും 1/1/2005-നും ഇടയിൽ ജനിച്ച യുവതി-യുവാക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇനി SC/ST OBCക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഏജ് ഇളവോളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കും. അതുപോലെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടത് മിനിമം 7ാം ക്ലാസ് പാസ്സായിരിക്കുക. 7th സ്റ്റാൻഡേർഡ് മിനിമം നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ 7th, അതുപോലെ 10th, +2, അതുപോലെ ഡിഗ്രി തോറ്റവർക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അതുപോലെ ഡിഗ്രി പാസ്സായിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാത്ത ആളുകൾക്ക് തീർച്ചയായും ഡിഗ്രി പാസ്സാവാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഏതെല്ലാം പോസ്റ്റുകളാണ് ഇതിന് കീഴിൽ വരുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ 17/1/2024 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ അപേക്ഷിക്കുക. ലാസ്റ്റ് ഡേറ്റ് നിൽക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങൾ ഏത് ജില്ലയിൽ അപേക്ഷിക്കണമെന്നൊക്കെ താഴെ ഇതിന് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ എത്ര നിയമനം ലഭിച്ചു എന്നുള്ളതിലേക്ക് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഫസ്റ്റ് കമൻ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ജില്ലയിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് വൺ ടൈം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കുക എന്ന് നോക്കാം. ഇപ്പോൾ കേരള PSCയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള tulasi.psc.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്, കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് വൺ ടൈം പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ്. ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും. അതുപോലെ നോട്ടിഫിക്കേഷൻസ്, മറ്റുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ, അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ്. അതിൽ ജനറൽ വൈസ്, ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും, NCA നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഓരോന്നും നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോക്കുകയാണെങ്കിൽ 55 പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ 10 സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയോ ഇല്ലോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇത് ഇൻഎലിജിബിൾ ആണ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട്, നിങ്ങളുടെ കേരള PSCയുടെ 1 ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.